എന്താ എന്ത് പറ്റി? ഒന്നും പറയണ്ട. നമ്മൾ ആ കാറ് വർക്ക്ഷോപ്പ് കൊണ്ടുവച്ചില്ലേ, ആ അത് എഞ്ചിൻ അയച്ചു നോക്കുമ്പോ എന്തൊക്കെയോ പണിയുണ്ട് എന്നാ പറയുന്നത്. വർക്ക്ഷോപ്പിലുള്ള ആള് ഒരുപാട് പൈസ വേണം, യാവൂല. അടുത്ത് വെച്ചാല് ലോണിന്റെ അടവാണ്, ഒന്നും പറയണ്ട. EMI തെറ്റിക്കിടക്കുകയാണ്, എല്ലാം പ്രശ്നമാണ്. ഈ അടുത്ത മാസം എത്ര കല്യാണം ഹൗസ് വാമിംഗ് ഒക്കെ ഉള്ളതെന്ന് നിനക്ക് പൈസയും വേണം. ഇങ്ങനെ പോയാൽ എങ്ങനെ ശരിയാകുക? ഒരുപാട് ചെലവല്ലേ വരുന്നേ. നമുക്ക് വരവിനേക്കാൾ കൂടുതൽ ചെലവാ വരുന്നത്, ശമ്പളവും കൂടുന്നില്ല. 8-ാം തീയതി നിന്റെ ബർത്ത്ഡേ അല്ലേ, അതൊക്കെ അങ്ങ് ആഘോഷിക്കാം. അതാണല്ലേ, എന്താണെന്നറിയോ, ഈ ടെൻഷനൊക്കെ അങ്ങ് മാറി കിട്ടും. അടിച്ചുപൊളിയായിട്ട് അങ്ങ് ആഘോഷിക്കാം. നിങ്ങൾ എന്താ പറയുന്നത്? എന്റെ ബർത്ത്ഡേ ആഘോഷിക്കായിട്ട് ഇപ്പൊ ഇത്രയും ചെലവുള്ള സമയത്ത് എനിക്കാവുന്ന ഒരു വിഷയമല്ല. ബർത്ത്ഡേ ഒന്നും ആഘോഷിച്ചില്ലല്ലോ, എന്താ ഒന്നും കുഴപ്പമില്ല. ഇങ്ങനെയല്ലേ ഞാൻ പറയണ്ടേ? ഇങ്ങനെയല്ലേ പറയണ്ടേ? എന്നാ ഇങ്ങനെ ഞാൻ പറയുന്ന ഒരിക്കലും വിചാരിക്കണ്ട. എപ്പോ ഉള്ളതാ എന്റെ ബർത്ത്ഡേന്റെ സമയത്ത് ഒരിക്കലും ഇല്ലാത്ത ചെലവ്, ഒരിക്കലും ഇല്ലാത്ത EMI. എന്തൊക്കെയാ നിങ്ങൾ പറയുന്നത്? അങ്ങനെ മാസങ്ങൾ രക്ഷപ്പെടാൻ വിചാരിക്കണ്ട. എല്ലാ കൊല്ലവും നിങ്ങൾക്ക് ഇതല്ലേ പരിപാടി. എനിക്ക് iPhone 17 തന്നെ വേണം ഗിഫ്റ്റ് ആയിട്ട്. സാംസങ്ങിന്റെ ഫോണും തീരുന്ന ഐഫോണും അല്ല പഠിച്ചോനെ.